ദുബായ് വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണം. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. 2 ഡ്രോണുകളാണ് എയർപോർട്ട് പരിസരത്ത് പതിച്ചത്. വിമാന സർവീസിനെ ബാധിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. സുരക്ഷ കണക്കിലെടുത്ത് ഓസ്ട്രേലിയ, UAE എംബസികൾ അടയ്ക്കാൻ തീരുമാനിച്ചു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേർന്നു. ഷിനോജ്, ആക്രമണത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ഇപ്പോൾ എയർപോർട്ട് പരിസരത്ത് ഡ്രോൺ പതിച്ചിരിക്കുന്നുവെന്ന് വിവരങ്ങൾ വരുന്നു. എന്താണ് ഇപ്പോൾ സ്ഥലത്തുള്ള സാഹചര്യം? വിമാന സർവീസിനെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അനീഷ, വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല എന്നാണ് ദുബായ് അധികൃതർ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ വിമാനം സർവീസുകൾ പുനരാരംഭിച്ചു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. 2 ഡ്രോണുകളാണ് ദുബായ് വിമാനത്താവളത്തിന്റെ പരിസരത്ത് പതിച്ചത്. അതിൽ 2 പേർക്ക്, 2 ഗാന സ്വദേശികൾക്കും 1 ബംഗ്ലാദേശ് സ്വദേശിക്കും 1 ഇന്ത്യക്കാരനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇന്ത്യക്കാരൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇവർക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഗൾഫ് മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഓസ്ട്രേലിയ അതിന്റെ എംബസികളും കോൺസുലേറ്റും അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അബുദാബിയിലെ എംബസിയും അതേപോലെ തന്നെ ദുബൈയിലെ കോൺസുലേറ്റും അടയ്ക്കും. അതേപോലെ തന്നെ ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിൽ പ്രവർത്തിക്കുന്ന എംബസിയും അടക്കാൻ തീരുമാനിച്ചതായിട്ട് ഓസ്ട്രേലിയയുടെ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അബുദാബിയിലും കനത്ത ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടന്നിരുന്നു. ഇന്നലെ പാതിരാത്രി മുതൽ ഇന്ന് രാവിലെ വരെ പല സമയങ്ങളിലായി ഇറാന്റെ ഡ്രോണുകളും അതേപോലെ തന്നെ മിസൈലുകളും അബുദാബി ലക്ഷ്യമിട്ട് വന്നിരുന്നു. ഇന്ന് രാവിലെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 2 ഡ്രോണുകൾ ദുബായ് വിമാനത്താവളം പരിസരത്ത് പതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അപകടമുണ്ടായതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അനീഷ, ഷിനോജ്, ഒരു കാര്യം കൂടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ദുബായ് വിമാനത്താവളം ഇത്തരത്തിൽ കുറച്ച് നേരത്തേക്ക് അടച്ചിടുകയും പിന്നീട് വീണ്ടും സർവീസ് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ദുബായ് വിമാനത്താവളത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ടോ? അതായത് ഇന്നിപ്പോൾ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു, കുറച്ചു നേരത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്ന അനുസരിച്ച് വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉണ്ടായത്. വിമാനത്താവളത്തിന് അങ്ങനെ കാര്യമായ പരിക്കുകൾ, ഇത് നമുക്കറിയാം, ദുബൈന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 3 ടെർമിനലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ അപകടങ്ങൾ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ഭാഗങ്ങൾക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റൺവേയിലെ മെയിൻ ഭാഗത്തിന് കേടുപാടില്ലെങ്കിൽ വിമാനങ്ങൾ സർവീസ് നടത്താൻ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്താനുള്ള ശേഷി ദുബായ് വിമാനത്താവളത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ സർവീസിന് കാര്യമായ ഭംഗങ്ങളില്ലാതെ അത് പുനരാരംഭിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അനീഷ, ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സുരക്ഷയോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അധികൃതർ മുന്നോട്ട് വെക്കുന്ന ജാഗ്രതാ നിർദ്ദേശം? നിലവിൽ ഇതുവരെ മറ്റ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. യാത്രക്കാരോട് വരേണ്ടതില്ല എന്നോ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഉണ്ടാകും എന്നുള്ള നിലയ്ക്കോ ഉള്ള അറിയിപ്പുകളോ ഇല്ല. ഇപ്പോൾ പ്രത്യേക സർവീസുകളാണ് UAE-യിൽ നിന്ന് എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും നടത്തുന്നത്. പ്രത്യേകിച്ച് വിമാന കമ്പനിയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രമാണ് വിമാനത്താവളത്തിലേക്ക് വരേണ്ടതുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ കൺഫേംഡ് ടിക്കറ്റ് ഉള്ളവരും വിമാനത്താവളത്തിൽ നിന്ന് അല്ലെങ്കിൽ വിമാന കമ്പനികൾ അറിയിക്കുന്നതിനനുസരിച്ച് എത്തുന്നവർ മാത്രമാണ് യാത്രക്കാരായി എത്തുന്നത്. അപ്പോൾ അവർ മാത്രമാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റ് സുരക്ഷാ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും മൊബൈലിലേക്ക് അലർട്ട് വരുന്നുണ്ട്. സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ തുടരണം, ഇപ്പോൾ പുറത്തിറങ്ങേണ്ടതില്ല എന്നുള്ള നിലയ്ക്കുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട് എന്നല്ലാതെ മറ്റ് സുരക്ഷാ മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഇപ്പോൾ വിമാനത്താവളമോ അല്ലെങ്കിൽ ദുബായ് അധികൃതരോ പുറപ്പെടുവിച്ചിട്ടില്ല. അനീഷ, ശരി. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.